കുമളിയിൽ നിന്നും വാഗമണിലേക്കുള്ള യാത്രയിലാണ് രാമക്കൽമേട് എന്നൊരു ബോർഡ് കണ്ടത്. കേട്ടറിവുള്ള സ്ഥലം. ഞാൻ കാർ തിരിച്ചു രാമക്കൽമേട്ടിലേക്ക്. 2011 ഫെബ്രുവരിയിലാണ് ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി ഉദ്ഘാടനം ചെയ്തത്. ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്ന്. കുമളിയിൽ നിന്നും മൂന്നാറിലേക്ക് പോകുന്ന വഴിയിൽ നെടുങ്കണ്ടത്ത് നിന്നും 15 കിലോമീറ്റർ ദൂരം. കുറവൻ കുറത്തി മലകളെ ബന്ധിപ്പിച്ചാണ് ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ കുറവനും കുറത്തിയും കൂടെ ഒരു കുഞ്ഞും. അതിനാൽ രാമക്കൽമേട്ടിലും കുറവൻ കുറത്തി മലയുണ്ടായി. 2005 ജിനൻ എന്ന ശില്പി ഈ കുറവൻ കുറത്തി ശില്പം നിർമ്മിച്ചത്. ഇവിടുത്തെ മറ്റൊരു ആകർഷണം ഏകദേശം 36 അടിയോളം ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന മലമുഴക്കി വേഴാമ്പലിൻ്റെ പ്രതിമയാണ്. CR ഹരിലാൽ എന്ന ശില്പി 2018 നിർമ്മിച്ച ഒരു വാച്ച് ടവറാണ് സത്യത്തിൽ മലമുഴക്കി വേഴാമ്പലിൻ്റെ രൂപത്തിൽ നമ്മൾ കാണുന്നത്. മലമുഴക്കി വേഴാമ്പൽ കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയായിട്ടാണ് അറിയപ്പെടുന്നത്. ഇവിടെ സഞ്ചാരികൾ പേരെഴുതിയും ചിത്രങ്ങൾ വരച്ചും വികൃതമാക്കിയിരിക്കുന്നു എന്നതാണ് ഒരു ന്യൂനത. ഈ പ്രതിമയ്ക്കുള്ളിലൂടെ മുകളിലേക്ക് കയറിയാൽ ചുറ്റുമുള്ള മലനിരകളുടെ മനോഹരമായ കാഴ്ചകൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് താഴ്ചയിൽ തമിഴ്നാട്ടിലെ കൃഷിസ്ഥലങ്ങൾ, ഗ്രാമങ്ങൾ എന്നിവയുടെ അമ്പരപ്പിക്കുന്ന കാഴ്ചകൾ. സമുദ്രനിരപ്പിൽ നിന്നും 1100 മീറ്റർ ഉയരം, മണിക്കൂറിൽ ശരാശരി 35 കിലോമീറ്റർ വേഗതയിൽ ഇന്ത്യയിലെ ഏറ്റവും വേഗത കണക്കാക്കപ്പെടുന്ന, എപ്പോഴും കാറ്റടിക്കുന്ന സ്ഥലം. ചിലപ്പോൾ മണിക്കൂറിൽ 100 കിലോമീറ്ററിലധികം വേഗതയിൽ കാറ്റടിക്കും. അതുകൊണ്ട് തന്നെ രാമക്കൽമേടിന് ചുറ്റുമായി ധാരാളം വിൻഡ്മിൽ ഫാമുകൾ നമുക്ക് കാണാൻ സാധിക്കും. ത്രേതായുഗത്തിൽ ശ്രീരാമൻ സീതയെ അന്വേഷിച്ച് ലങ്കയിലേക്ക് പോകുന്ന വഴി ഇവിടെ തങ്ങിയിരുന്നു എന്നാണ് ഐതിഹ്യം. സേതുബന്ധനത്തിനായി രാമേശ്വരം തിരഞ്ഞെടുത്തത് ഇവിടെ വച്ചായിരുന്നു എന്നും പറയപ്പെടുന്നു. ശ്രീരാമപാദങ്ങൾ പതിഞ്ഞതിനാൽ രാമക്കാൽമേട് എന്ന് പേര് വന്നിരുന്നു എന്നും പിന്നീട് ആ പേര് ലോപിച്ച് രാമക്കൽമേടായതെന്നും പറയപ്പെടുന്നു. രാമക്കൽമേടിൽ നിന്നും താഴെ തമിഴ്നാട്ടിൽ കാണുന്ന ഭാഗങ്ങൾ ത്രേതായുഗത്തിൽ സമുദ്രമായിരുന്ന ഭാഗമായിരുന്നു എന്നും പിന്നീട് സമുദ്രം പിൻവാങ്ങി കരയായി എന്നും ചില ടൂറിസ്റ്റ് ഗൈഡുകൾ പറയുന്നു. വാസ്തവം അറിയാൻ സാധിക്കുന്ന ചരിത്ര പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഞ്ചാരി സുഹൃത്തുക്കളും സാധിക്കുമെങ്കിൽ ഒരിക്കലെങ്കിലും രാമക്കൽമേട് സന്ദർശിക്കണം എന്നൊരു അഭ്യർത്ഥന.